മനുഷ്യൻ ഭൂമിയിൽ വന്നത് നിസ്കരിക്കാനല്ല, മനുഷ്യൻ ഭൂമിയിൽ വന്നത് നോമ്പ് നോക്കാനല്ല, മനുഷ്യൻ ഭൂമിയിൽ വന്നത് ഖുർആൻ ഓതാനുമല്ല, മനുഷ്യൻ ഭൂമിയിൽ വന്നത് മൗലികമായ ഇബാദത്തിനാണ്, ഹിദായത്തിനാണ്. അതിനെ ആക്കം കൂട്ടുന്ന എല്ലാം ഗുണമാകും, ഇല്ലെങ്കിൽ നഷ്ടവും. അല്ലാഹു കാക്കട്ടെ. അത് നിസ്കരിച്ചാൽ ഒരു കിട്ടില്ല. അത് കിട്ടിയിട്ട് നിസ്കരിക്കണം, അത് കിട്ടിയിട്ട് മുമ്പ് വിൽക്കണം, അത് കിട്ടിയിട്ട് ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ഗുരുനാനാക്ക് വേഷപ്രച്ഛനായി പോയി വന്നിട്ട് പിന്നെ ഗുരു ഗ്രന്ഥ സാഹിബ് എഴുതിയിട്ട് സിഖ് മതം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ താരീഖ് നമ്മൾ ആരും അറിയാതെ എന്ത് ചെയ്യുന്ന ഗുരുനാനാക്ക് ഹജ്ജിന് പോയി. ഗുരുനാനാക്ക് ഹജ്ജിന് വേഷപ്രച്ഛനായി ഹജ്ജിന് പോയി വന്ന് തിരിച്ചു വന്നിട്ട് ഗുരു ഗ്രന്ഥ സാഹിബ് എഴുതിയിട്ട് സ്ഥാപിച്ച മതമാണ് സിഖ് മതം. ഹജ്ജിന് പോയി വന്നിട്ട് ഗുരുനാനാക്ക് സ്വർഗത്ത് കിടക്കുവോ? ചിന്തിക്ക്. അതിനൊന്നുമല്ല ഈ ലോകത്ത് മനുഷ്യൻ വന്നത് ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹിദായത്തിന് വന്നതാണ്. അതുകൊണ്ടാണ് മൗലികമായ ദുആ ഖൈറുൽ അദ്ഇയതി വാജിബുൽ അദ്ഇയതി അദ്ദുആഉൽ വാജിബു മിനൽ അദ്ഇയ ദുആഉൽ ഫാത്തിഹ. ബാക്കിയൊക്കെ ദുആ മസ്നൂനാണ്. എല്ലാ ദുആയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ സുന്നത്താണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. കിട്ടിയിട്ട് പിന്നെ ഹിദായത്ത് നീങ്ങരുത്. അതും സുന്നത്താണ്. ആദ്യം കിട്ടണ്ടേ? അതും സുന്നത്താണ്. പറഞ്ഞത് മനസ്സിലാവും. ഒക്കെ സുന്നത്താണ്. എന്നാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇത് വാജിബായ ദുആയാണ്. ഇത് ദിവസം 17 വട്ടം അല്ലാഹുവോട് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനപ്പുറം ഒരു ദീനില്ല. അത് തന്നെയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഹബ്ബത്തു ഖർദൽ ദീനില്ല. അതാണ് ദീൻ. അതിന്റെ അപ്പുറം അണമണി തൂക്കം ദീനില്ല. അതാണ് ദീൻ. ഹിദായത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക. അല്ലാഹു തൗഫീഖ് തരട്ടെ. 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 മനസ്സ് തുറക്ക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല അവന്റെ മുത്തഖീങ്ങളായ സാലിഹീങ്ങളിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിദായത്തിനാണ്. വെറും ലക്ഷ്യമില്ല, ഒന്നുമില്ല. ലക്ഷ്യം ഹിദായത്താണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് തന്നെ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചിരുന്ന സ്വഹാബികളുണ്ട്, നിസ്കരിക്കാത്ത സ്വഹാബികളുണ്ട്. പൊതുവെ കാനു ഖലീൽ കാനു അഖല്ലന്നാസി അമലൻ വഅബറന്നാസി ഖുലൂബൻ വഅശദ്ദന്നാസി ഈമാനൻ കാന അസ്ഹാബു റസൂലില്ലാഹ്. അഖല്ലന്നാസി അമലൻ, അമൽ വളരെ കുറഞ്ഞ ചെയ്ത വിഭാഗം സ്വഹാബികളാണ്. കുറഞ്ഞ അമലിൽ ഒന്ന് റാമത്തുള്ള വെറുതെ പറയല്ല, ഒക്കെ പഠിച്ച് പറയാം. നിങ്ങളെപ്പോലത്തെ ആളുകൾക്കൊക്കെ കഴിഞ്ഞാൽ ചോദിക്കുന്ന എനിക്ക് അറിയുകയും ചെയ്യാം. എല്ലാം കൂടെ എന്നെ ബഹുമാനിച്ച് വന്നിരിക്കല്ലെന്നും എനിക്കറിയാം. അതൊക്കെ നോക്കി കണ്ടിട്ട് തന്നെ പറയണത്. വെറുതെ ഒന്ന് വെള്ളത്തിൽ ചാടും നിങ്ങൾ വിചാരിക്കണ്ട. വെള്ളത്തിൽ നിന്ന് കയറാനുള്ള വഴിയൊക്കെ കണ്ടിട്ട് തന്നെ ചാടിയിട്ടുള്ളൂ. കാന അസ്ഹാബു അൻ മാലിക്കും ദിനാർ റളിയല്ലാഹു ഒക്കെ അസർ കണ്ടിട്ട് റാമത്തുള്ള പറയുന്നത്. അല്ലി സാബ അടക്കം എടുത്ത് നോക്ക്. കാനു അഖല്ലന്നാസി അമലൻ വഅബറന്നാസി ഖുലൂബൻ വഅശദ്ദന്നാസി. സ്വഹാബത്ത് അമൽ വളരെ ചുരുക്കാം. ഞാൻ ഫർള് നിസ്കരിക്കും, പിന്നെ എന്തെങ്കിലും ഉണ്ടാവും നബിയെ നിസ്കാരത്തിൽ പിടികൂടാൻ? ഒന്നും ഉണ്ടാവില്ല. ഇല്ലാണ്ടത്ത സുന്നത്ത് നിസ്കരിക്കാം. പിടികൂടാൻ നബിയെ പിടികൂടില്ല. പിന്നെന്താ? നോമ്പ് വിൽക്കണം എന്ന് റമളാൻ മാസത്തിൽ. അതിൽ പിടികൂടാൻ നബിയെ ഇല്ല, പിന്നെ ഒരു പിടികൂടില്ല. റമളാൻ മാസത്തിൽ നോമ്പ് വിൽക്കണം. ആയിക്കോട്ടെ. ഇല്ലാണ്ടത്ത സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ സുന്നത്തൊക്കെ നോത്തോളൂ. ആയിക്കോട്ടെ, സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ആ സഹാബി അവിടെ നിന്ന് നേരിട്ട് പറഞ്ഞില്ല അസീദ് വല കുസു, എനിക്ക് പാടത്ത് പണിയാ, കൂട്ടൂല ഉറക്കൂല, ഈ ചാറും ചോറും വേറെ എരിശ്ശേരി പുളിശ്ശേരി ഒന്നും ഉണ്ടാവില്ല, ഞാൻ പോവാണ്. ആയിക്കോട്ടെ, അവിടെ പോയി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി ഫൽയൻദുറു ഇൻ സദഖ. ഇപ്പറഞ്ഞ വാജിബുലത്തിയാൽ തന്നെ സ്വർഗ്ഗത്തിൽ കിടക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. വർക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ അർത്ഥം സുന്നത്ത് ചെയ്യേണ്ടെന്നല്ല, സുന്നത്തന്മാരായ കുറച്ച് കൂട്ടരിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. സുന്നത്ത് 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 വേറൊന്നുമില്ല. ഹിദായത്തിൽ ഈമാനികൾക്ക് ചർച്ചല്ല. ഒരെവിടെയും പോയി അവർക്ക് അപ്പോൾ വണ്ടി നിർത്താനും പാത്രം ചട്ടി വെക്കാനും ഏത് പള്ളിയിലാ പറ്റിയത് അവിടെ എടുക്കുക. അവിടെയാണ് ഇപ്പം മുസ്ലിമീങ്ങളും. ഇപ്പോൾ മാപ്പിളാരി ഏകദേശം അങ്ങനെ ആയിപ്പോയി. കോഴിക്കോട്ട് പാളയം ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ ചെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരിക ഖാദിയാനികളുടെ ജമാഅത്തുൽ നിന്നാണ്. എരച്ചിട്ട് ഇങ്ങനെ മോട്ടോർ സൈക്കിളും വണ്ടിയും ഇങ്ങനെ എരച്ചിങ്ങനെ വരും. ഖാദിയാനികളുടെ ജമാഅത്തുൽ നിന്ന്
നമ്മൾ ആലോചിച്ച് പോകും, പഠിച്ചോനെ എത്ര കാദ്യാനികളുണ്ട് നമ്മളെ നാട്ടിൽ, ഇത്രയില്ല, ഇതിന്റെ പകുതിയില്ല, കാൽഭാഗമല്ല. ഇതൊക്കെ നമ്മളെ ആളുകളാണ്. അവിടെയാണ് മോട്ടോർ സൈക്കിൾ വെക്കാനുള്ള സൗകര്യം. അപ്പൊ അവിടെ കയറും. ആരായാലും എന്ത്, മൂക്കിലൊന്ന് വെള്ളം കയറ്റി ചീറ്റണം, ഒന്നിങ്ങനെ പോകാൻ നിസ്കരിക്കണം, കഴിഞ്ഞ സലാം കിട്ടിയാൽ പോയും വേണം. അത് ഇമാമ ഗാഫറായതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളാണ് നിസ്കരിക്കും, പടച്ചം കൊണ്ട് കൂലി തരുന്നു. അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നിസ്കാരം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും ഞങ്ങൾ നിസ്കരിക്കും, പടച്ചം കൂലി തരണം. നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയം പറയത്തിട്ടാ അല്ലാട്ടാ. പട്ടാമ്പി എനിക്ക് വലിയ പേടിയാണ്, പട്ടാമ്പിക്കാരാണ് എനിക്ക് പേടിയാണ്, രാഷ്ട്രീയം ഒന്നും പറയാന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു തരം തൊഴിലാളി വർഗ നിസ്കാരം ആണ് നമ്മൾ നിസ്കരിക്കണത്. അള്ള കൂലി തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂലി ചോദിച്ചു പറഞ്ഞു. അത് വടക്കൊന്നുമില്ല. നമ്മൾ നിസ്കരിക്കണം, നമ്മൾ നിസ്കരിച്ചാൽ അള്ള കൂലി തരണം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും. ഇതാണ് ഇപ്പൊ നിസ്കാരം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നിസ്കരിച്ച് എല്ലാവർക്കും ഇപ്പൊ നിസ്കാരത്താകുമ്പോ എൻ്റെ കുട്ടിക്കാലത്ത് അപൂർവം 1-2 ആളുകൾക്ക് ഒരു നാട്ടിൽ നിസ്കാരത്താമ്പ് ഉണ്ടായിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ ചെന്നാൽ 3-4 നിസ്കാരത്താമ്പ് വരെ കാണാം. എല്ലായിടത്തും പോലീസ് സ്റ്റേഷനിൽ മോശമാക്കി പറയല്ല, എന്താണെങ്കിലും എൻ്റെ മനയെന്ന് പറയാം അതൊരു വർത്തമാനം. പോലീസുകാരൻ പണ്ടിപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവര് വരെ നിസ്കാരത്താമ്പന്മാരായി. ഹിദായത്തിൽ ആർക്കൊട്ടും ശ്രദ്ധയില്ല, നിസ്കരിക്കണം, അങ്ങനെ നോമ്പ് വിൽക്കണം, കുറെ പട്ടിണി നടക്കണം, അങ്ങനെ പോകണം, അങ്ങനെയാണ് സ്വർഗം കിട്ടും എന്നൊക്കെ. അതൊന്നും സ്വർഗം കിട്ടൂല മനുഷ്യന്മാരെ, അതിലൊന്നും സ്വർഗം കിട്ടൂല. ഉണ്ണിക്കമ്മ സാഹിബ് പണ്ട് എൻ്റെ വാപ്പ പറയും, ഇതിനൊന്നും സ്വർഗമല്ലടാ കിട്ടുക. ഉണ്ണിക്കമ്മ സാഹിബ് നല്ല പാല് കിട്ടുന്ന റബ്ബറും തോട്ടത്തിന് ജന്നാന്ന് പേരിട്ടു. നീ ആ ജാതി വല്ല സ്വർഗം ഉണ്ണിക്കമ്മ സാഹിബ് ഉണ്ടാൻ്റെ ജന്നത്തിൽ വല്ല പറഞ്ഞ കൊണ്ടേയാക്കുന്നല്ലാതെ ഇവർക്കൊന്നും അള്ളാന്റെ ജന്നത്ത് കിട്ടൂല. ഉണ്ണിക്കമ്മ സാഹിബിന്റെ ജന്നത്തിൽ വേണമെങ്കിൽ കുറച്ചു നേരം പോയി നിൽക്കാം എന്ന് എൻ്റെ ബാപ്പനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാട് ഉണ്ണിക്കമ്മ സാഹിബ് പഴയ കാലത്ത് റബ്ബർ തോട്ടം വെച്ചപ്പോൾ അതിന് ജന്നാന്ന് പേരിട്ടു. ഇത്ര അങ്ങനെ ചിന്തിക്ക്. അള്ളാന്റെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഹിദായത്ത് വേണം. അതെവിടെ കിട്ടുക? അതിന് കോളേജില്ല. ഹിദായത്തിനൊരു കോളേജില്ല, ഹിദായത്തിനൊരു ബുക്കില്ല. ഒരു ബുക്ക് നോക്കിയിട്ട് ഹിദായത്ത് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. ടെക്സ്റ്റ് ബുക്ക് ആകാശത്തിന് ആകെ 8 ആൾക്ക് കിട്ടിയിട്ടുള്ളൂ, 4 ആൾക്ക് ഇടും, 4 ആക്കി തവും. ടെക്സ്റ്റ് മർമ്മാണെങ്കിൽ 24,000 ബുക്കെല്ലാം ഉണ്ടാവുന്നുണ്ട്. ടെക്സ്റ്റ് മർമ്മയല്ല, ടെക്സ്റ്റ് മർമ്മം തന്നെയല്ല, ടെക്സ്റ്റ് മർമ്മമാണ് എന്നത് ഭീമമായ അബദ്ധമാണ്. വഹാബികൾ വായിക്കും പോലെ സുന്നികളും വായിച്ചു തുടങ്ങിയ കാലമാണിത്. വളരെ ചിന്തിക്കണം. വഹാബികളുടെ ബുക്ക് വായിക്കുക, എന്നിട്ട് വയൽ പറയാം, ഇതും ഇന്നത്തെ കാലത്ത് കൂടിയിട്ടുണ്ട്. അള്ളാഹു തആല കാത്ത്. ഒന്നും വിചാരിക്കരുത് വരാൻ വേണ്ടി യാസീനോദി പോകാൻ കത്തോണ്ടി വരുമോ നിങ്ങൾ തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് ഖുർആനാണെങ്കിലും അത് ഒന്നാം മർമ്മമല്ല. അല്ലേ അല്ല തന്നെ ടെക്സ്റ്റ് ബുക്ക് മർമ്മമല്ല. അത് ഖുർആനാണെങ്കിൽ പോലും ഒന്നാം മർമ്മമല്ല. അല്ലേ ആണ്, പക്ഷേ ഒന്നാം മർമ്മമല്ല. എന്തുകൊണ്ട്? ഇബാദിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മർമ്മം അതല്ല. നിങ്ങളെ ചിന്തിക്കണം. ഇവിടെ നിന്നാണ് ഹിദായത്ത് ലഭിക്കുക. ഹിദായത്തിന് റൂട്ട് ഉടനെ അള്ളാഹു പറഞ്ഞു തന്നു. അല്ലാഹു നിഅമത്ത് ചെയ്ത വ്യക്തികൾ മഹാന്മാർ എന്ന് പറയേണ്ട, അത് അല്ലാഹു നിഅമത്ത് ചെയ്ത് കഴിഞ്ഞാൽ മഹാനായി. പിന്നെ മഹാന്മാർ എന്നിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു നിഅമത്ത് ചെയ്തോ മഹാനായി, മഹദിയായി. അവരുടെ വഴിയിൽ പോരുക, അവരെ പിൻപറ്റുക. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അപ്പോൾ പിന്നെ ഇവരാണ് ഹിദായത്തിന്റെ പ്രചാരകർ. ആര്? അല്ലദീന അൻഅംത അലൈഹിം. അവരാണ് പ്രബോധകർ. ഓഹോ, അപ്പൊ അവരാണ് നല്ല പ്രബോധകർ. അല്ലദീന അൻഅംത അലൈഹിം തന്നെ, അല്ലാതെ ദശമൂലാറ്റം വാങ്ങി കുടിച്ചിട്ട് വെള്ളം അറിയാനൊന്നും അല്ല. എന്റെ വേന അല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്തവനായി കിട്ടിയാൽ നല്ല പ്രബോധകനാണ്. ഒന്നാട്ടിലുണ്ടെങ്കിൽ കണ്ടാവും. അല്ലാഹു നിഅമത്ത് ചെയ്ത ഒരാൾ ഒരു മണ്ണാത്തി പെണ്ണ് ആ ആളെ കണ്ടപ്പോൾ ഈ മണ്ണാത്തി പെണ്ണിനെ ഇവിടെ വെച്ച് എത്ര വട്ടം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. എന്നാൽ ബുക്ക് കറാത്ത് മറാത്ത് പഠിച്ച ചേകനൂരിനെ കാഫിറാണോ എന്ന് ചോദിച്ചപ്പോൾ ശംസുലമ പറഞ്ഞു ഫുൾഫിറാണ്. കാലുമല്ല അരിയല്ല. കോമൺ സെൻസ് വേണം. അത് വഹാബിക്കില്ല. വഹാബിനെ പിൻപറ്റലും കിട്ടൂല. കോമൺ സെൻസ് വേണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇതാണ് മർമ്മം. അല്ലദീന, ഞാൻ പറഞ്ഞില്ലേ ഖുർആനാണെങ്കിൽ പോലും ഒരു മർമ്മല്ല.
ഇതാണ് മർമ്മം. അല്ലദീന അൻഅംത അലൈഹിം എന്നതിന്റെ റഊസുർ റഈസ് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എത്ര വ്യാഖ്യാനം കൊണ്ടെന്നാലും ഞാൻ അവിടെ നടക്കും. അല്ലദീന അൻഅംത അലൈഹിം എന്ന ആൾ ഏറ്റവും വലിയ ആൾ മുഹമ്മദാണ്. അത് മുഹമ്മദ് ഓടിയാൽ പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ദുനിയാവിൽ ഏറ്റവും നിഅമത്ത് ചെയ്ത ആൾ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് മുഹമ്മദ് നബി ഓതിയാൽ എൻ്റെ മാർഗ്ഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അതന്നെയാണ് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെ അപ്പുറം അള്ളാഹു നിഅമത്ത് ചെയ്ത ഒരാൾ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് മുഹമ്മദ് നബിയുടെ മാർഗം. പിന്നെ ആ വഴി തുടർന്ന അമ്പിയാക്കളുടെ മാർഗം. അമ്പിയാക്കൾ നബിയെ തുടർന്നു. മുഹമ്മദ് മുസ്തഫ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, അള്ളാഹിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് മുഹമ്മദ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതാണ് മുഹമ്മദ്. അതാണ് മുഹമ്മദിയത്ത്. മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ്. ആകാശമല്ല, ഭൂമിയല്ല. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതാണ് അല്ലദീന അൻഅംത അലൈഹിം. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല, സൗകര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നിങ്ങൾ ഖുർആൻ കാട്ടിയ പണി കണ്ടു. നബിയെയും ഖുർആനെയും പറഞ്ഞിടത്തെല്ലാം ഖുർആൻ നബിയെ മുന്തിച്ച് ഖുർആനെ പിടിച്ചു. എന്തുകൊണ്ട്? മർമ്മം നബിയാണ് മുഹമ്മദ് മുസ്തഫ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഅ ഫീഹിം റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി 2. ഇത് വഹാബി റീഡിംഗ് അല്ല, ഇത് മുഅ്മിനീങ്ങളുടെ റീഡിംഗ് ആണ്. വളരെ ചിന്തിക്കണം. നമ്മൾ അറിയാതെ നമ്മൾ തന്നെ വഹാബിയാകുന്ന അവസ്ഥയെ നമ്മൾ കാക്കണം. നമ്മളൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് 17 കൊല്ലം മുമ്പ്. ഇത് സത്യത്തിൽ നിങ്ങൾ വിചാരിച്ച ക്ലാസ്സും അല്ല, ഇതാണ്. ഈ പരിപാടി ക്ലാസ്സിലാക്കി കൊടുക്കണം എൻ്റെ മൈന. യാസീൻ്റെ വ്യാഖ്യാനം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട് ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. യാസീൻ്റെ വ്യാഖ്യാനം തുടങ്ങിയിട്ട് 10 കൊല്ലമായി. അപ്പോൾ ഇത്ര യാസീനോദിൻ്റെ ആവശ്യം? യാസീൻ ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയാണ്. ഇത് ക്ലാസ്സിലാക്കി കൊടുക്കുകയാണ്. മുഹമ്മദിയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിയത്ത് കുടിച്ചാലല്ലാതെ രക്ഷപ്പെടില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എവിടെ അങ്ങനെയാണ്? لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته. റസൂൽ 1 ആയത്ത് 2 അങ്ങനെ പറഞ്ഞു. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته. റസൂൽ 1 ആയത്ത് 2. 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. ഇവിടെ ഒരു ഖുർആൻ ഇറങ്ങണേന്നല്ല. റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. സ്വാഭാവികം. റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ. അല്ലാഹ് ഇവിടെ നീ റസൂലിനെ അയക്കണം. നീ ഇവിടെ റസൂലിനെ അയച്ചു തരണം. യത്ലൂന്റെ ഫാഇൽ റസൂല് വന്ന പിന്നെ റസൂൽ ഖുർആൻ ഓടിക്കോളും. യത്ലു അലൈഹിം ആയാതി. കാരണം നേരത്തെ തന്നെ കിട്ടിയതല്ലേ. 4-ാം നമ്പറുകാരന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1-ാം നമ്പറുകാരന് നേരെ മുഖി കിട്ടുമോ? മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാവും. 4-ാം നമ്പറുകാരനാണ് ഈസ. ഈസ ജനിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കിതാബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1-ാം നമ്പറുകാരന് നേരെ മുഖി കിട്ടുമോ? അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. 4-ാം നമ്പറുകാരൻ പറഞ്ഞത് ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. 4-ാം നമ്പറുകാരൻ ജനിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കിതാബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4-ാം നമ്പറുകാരനെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കിതാബ് കിട്ടിയിട്ടില്ലെങ്കിൽ 1-ാം നമ്പറുകാരന് അതിന്റെ മുമ്പ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പബ്ലിഷ് ചെയ്തിട്ടില്ല, എഴുതി തീർന്നെന്ന് പബ്ലിഷ് ചെയ്യും. 965 ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എഴുതിയ സിഹാഉ ശൈഖൈനി കഴിഞ്ഞ കൊല്ലം പബ്ലിഷ് ചെയ്തു. എഴുതി കഴിഞ്ഞന്ന് പബ്ലിഷ് ചെയ്യില്ലല്ലോ. കിട്ടൽ നേരത്തെ കഴിഞ്ഞു, പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്തൽ 40 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 40 കൊല്ലം കഴിഞ്ഞിട്ട്. മുഹമ്മദ് ചിന്തിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. അപ്പൊ മർമ്മം ഇവിടെ 4000 കൊല്ലം മുമ്പ് സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാം
അള്ളാഹിനോട് ദുആ ചെയ്യാ, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. ഇവിടെ നീ റസൂലിനെ അയച്ചണം. ഇനി റസൂലിനെ അള്ളാഹു നൽകി, ഖുർആൻ അള്ളാഹു നൽകിയില്ലെങ്കിലും റസൂൽ കാഫിയായിരുന്നു. റസൂലിനെ നൽകിയില്ല, ഖുർആൻ നൽകിയാൽ കാഫിയാവുകയില്ല. വളരെ ചിന്തിക്കണം. റസൂലിനെ അല്ലാഹു തആല നൽകി, ഖുർആൻ നൽകിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, റസൂൽ കാഫിയാണ്. എന്തുകൊണ്ട്? കാന മുഹമ്മദുൻ യഈശു ഖബ്ല നുസൂലിൽ ഖുർആനി കഅന്നഹു യഈശു ബിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഇറങ്ങിയതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് തിരുത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളാണ്. ഖുർആൻ വീട്ടിൽ ഖുർആൻ വെച്ച് കണ്ട് പഠിച്ച് ജീവിച്ചതുപോലെയാണ് ആദ്യത്തെ 40 കൊല്ലം മുത്തുനബി ജീവിച്ചത്, മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേ, മർമ്മം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ചിന്തിക്കണം. എത്ര ഓടിയിട്ടും കാര്യമില്ല, എത്ര ഓടി പഠിച്ചിട്ടും കാര്യമില്ല. ഓതി മർമ്മം അറിഞ്ഞില്ല, പിറ്റേന്ന് മുജാഹിദായി. അങ്ങനത്തെ ആളുകളുണ്ട്, അങ്ങനെയുണ്ട്. ദാരിമി പട്ടം, കറുത്ത കോട്ട് മഹാനായ ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ദാരിമിയുടെ സനദും കോട്ടും വാങ്ങി ഒരാൾ നാട്ടിൽ പോയി. അപ്പോൾ ഏട്ടനൊരു കറുത്ത കുപ്പായുണ്ട്, ഓന് കറുത്ത കുപ്പായല്ല. അപ്പൊ ടൈലർ അടുത്ത് പോയി ചെറുതാക്കി കുപ്പായാക്കി കൊണ്ടാവും. അപ്പൊ ടൈലർക്ക് കൈ പറിച്ചു. ഇത് നന്ദീനെ കിട്ടിയാലല്ലേ ഷാദം, അത് ഞാൻ വെട്ടൂലാറ്. ഏയ് എന്താ വെട്ടു, നീ വെട്ടിക്കളാറ്. ഞാൻ വെട്ടൂലാറ്, എനിക്ക് പേടിയാണോ. വേറെ ടൈലർത്തുണ്ട്, ഓടുന്ന് വെട്ടി. അപ്പൊ ഇപ്പം കൊണ്ടുപോയപ്പോ പറഞ്ഞു, കറുത്ത കുപ്പായം വാങ്ങിയാൽ 50 ഉറുപ്പിക എടുത്താൽ പോരെ, കറുത്ത ശീലക്ക് കറുത്ത കുപ്പായത്തിന്. ഏതായാലും അപ്പുറത്തെ ടൈലറത്ത് കൊണ്ടുപോയിട്ട് ഹിന്ദു ടൈലറത്ത് കൊണ്ടുപോയി വെട്ടിച്ചു, കുപ്പായാക്കി. 8ാമത്തെ ദിവസം വഹാബിയായി. ഇന്ന് ആ നാട്ടിലെ കൊടികുറ്റിയ വഹാബിയാണ് ഈ ദാരിമി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ശംസുൽ ഉലമ എന്ന് മനസ്സിലായില്ല, എന്താണ് അല്ലദീന അൻഅംത അലൈഹിം എന്ന് മനസ്സിലായില്ല, എന്താണ് ഈ കോട്ട് എന്ന് മനസ്സിലായില്ല, എന്താണ് ഈ സനദ് എന്ന് മനസ്സിലായില്ല. കൂറ കപ്പലിൽ പോയതുപോലെ എന്ന് പറയും എൻ്റെ വല്യമ്മ. അതായത് കൊച്ചിന് അരിച്ചാക്ക് കയറ്റിയപ്പോൾ കൂറയും കയറി. പിന്നെ അങ്ങനെ കപ്പൽ ലണ്ടനിൽ പോയി, കൂറയും ലണ്ടനിൽ പോയി. കപ്പൽ സ്വിറ്റ്സർലൻഡിൽ പോയി, ബഹുമാനപ്പെട്ട കുറയും സ്വിറ്റ്സർലൻഡിൽ പോയി. ടാൻസാനിയയിൽ പോയി, ലക്സംബർഗിൽ പോയി, ഫ്രാങ്ക്ഫർട്ടിൽ പോയി, ജനീവയിൽ പോയി. ഇങ്ങനെ ചൈന വഴി നേരെ കൊച്ചിയിലേക്ക് 1.5 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന കപ്പൽ. അപ്പോൾ ബഹുമാനപ്പെട്ട കൂറ കാൽച്ചാക്കിലൂടെ ഇറങ്ങി. ഈ കൂറയുടെ മരണത്തിൽ ശേഷം പിറ്റേന്ന് പത്രത്തിൽ കൂറ മരിച്ചു എന്നാൽ എഴുതുക ടാൻസാനിയ, ഇന്തോനേഷ്യ, ജപ്പാൻ, തായ്ലൻഡ് പോലെയുള്ള വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എഴുതാ ബഹുമാനപ്പെട്ട കൂറ. പക്ഷെ എന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു എന്നതുപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മർമ്മം തിരിയാത്ത കുറെ ആളുണ്ട്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളെ ചിന്തിക്കണം. മർമ്മം അല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റുകയാണ് ദീൻ. അതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അവരാണ് പ്രബോധകന്മാർ. നല്ല പ്രബോധകൻ എന്നാൽ അല്ലദീന അൻഅംത അലൈഹിം ആണ്. നീട്ടുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. നല്ല പ്രബോധകൻ എന്നാൽ ഇത് 4 വിഭാഗം. ഈ അല്ലദീന അൻഅംത അലൈഹിം 4 വിഭാഗം. അത് മിനൽ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. തന്നെ നല്ല പ്രബോധകൻ. ഇനി ഈ പ്രബോധകൻ ഇങ്ങോട്ട് നോക്കണേ. നല്ല പ്രബോധകൻ എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഇവരൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇവരെ ഹുദൂർ തന്നെയാണ് പ്രബോധനം. നിങ്ങൾ എൻ്റെ മോത്തേക്ക് തന്നെ നോക്കി, നിങ്ങൾ ആ ഹദീസ് ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യും. ആ സ്വഹാബി കന്നുജൂം ഇങ്ങോട്ട് നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്ക്. എൻ്റെ സ്വഹാബികൾ പറയും മനുഷ്യന്മാരെ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരുടെ മർഅയിൽ വന്നവർക്ക് ഹിദായത്ത് കിട്ടും. നക്ഷത്രത്തിന് എന്താ ചെയ്യാനുള്ളത്? ചൂട്ടത്തി ചേട്ടി നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹുവിന്റെ ഹബീബ് പ്രബോധകന്മാരായി അയച്ചതാരെയാണ്? ഒന്ന് പറയും മനുഷ്യന്മാരെ. സ്വഹാബത്തിനല്ലേ? സ്വഹാബത്തിനെ നബി ഉപമിച്ചത് എന്തിനോടാണ്? നക്ഷത്രത്തിന് എന്താ ചെയ്യാനുള്ളത്? ഹുദൂർ. ഹാളറായാൽ അവിടെ വിളിച്ചിട്ടുണ്ടാവും.
നക്ഷത്രം പീടിയിൽ വന്നിട്ട് സൂറാമം കുറ്റി വാങ്ങി എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാണിച്ചിരുന്നോ? പറയും മനുഷ്യന്മാരെ, നക്ഷത്രം ഉണ്ട്. എന്താണ് അന്തം വിട്ട് ചിന്തിക്കാത്തത്? ഞങ്ങൾ ചിന്തിക്കണില്ല എന്നല്ല, മനുഷ്യന് ബോധമില്ല. അല്ല, ഈ സ്വഹാബികളെ എന്തിനാ നബി പറഞ്ഞേച്ച്? എന്തിനു പറഞ്ഞേച്ച്? പെണ്ണിട്ടാണ്, എന്നിട്ടാ നാട്ടിൽ പാർക്കാൻ. അല്ലാതെ വന്ന ഉടനെ തന്നെ ലഘുലേഖ ഇറക്കി. ഇങ്ങനെ നമ്മളെ നാട്ടിലുണ്ട് കുറച്ച് ക്രിസ്ത്യാനികൾ നേരം കൊടുത്താൽ ലഘുലേഖ. ഇതിനാണോ നബി പറഞ്ഞേച്ചത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ. എന്തിനാ നബി അവര് പറഞ്ഞേച്ച്? എന്തിനാണ് നബി പറഞ്ഞേച്ചത്? അവരും ചെന്നാ ഇരുട്ട് പ്രഭാതവും. നക്ഷത്രം വന്നു, രാത്രി പോയി, സുബഹി വന്നു. ഇത്ര വൃത്തിയാണത്. ഇതന്നെ നക്ഷത്രം. നക്ഷത്രത്തിന് ഒന്നും ചെയ്യാനില്ല. നക്ഷത്രം ഹാളിറായാൽ മതി. ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നക്ഷത്രം മിൻഹൈതു ഇന്നഹു നക്ഷത്രം. നക്ഷത്രമായാൽ തന്നെ പ്രബോധനം നടക്കും. വേളോരേണ്ട ആവശ്യമില്ല. വേളോന്റെ കാര്യമായി ഇവർക്ക് വലിയ പൈസ കിട്ടും. പ്രബോധനം എന്ന് പറഞ്ഞാൽ വേളല്ല. അതുകൊണ്ട് രണ്ട് കാര്യം കിട്ടും. മൈക്കക്കാർക്ക് പൈസ കിട്ടും, സിമന്റും കമ്പി കൂടുതൽ വാങ്ങാനും കഴിയും. ഇതൊക്കെയാണ് വേള കൊണ്ട് ആകത്തു കയ്പുണ്ടാവുന്നത്. പിന്നെ കേൾക്കണവർക്ക് മഞ്ഞും കൊള്ളാം. ഇത് തെറ്റാണെന്നും ശരിയാണെന്നോ ഈ പറഞ്ഞതിന് മാനല്ല. ഹിദായത്തുള്ള ഒരു വെള്ളം അറിഞ്ഞാൽ ഹിദായത്തിന് കിട്ടും. സുഖപുരം വെള്ളം അറിഞ്ഞിരുന്നോടത്ത് വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഓത്തുലാളം വയല് പറഞ്ഞു, നൂറുകണക്കിന് ആളുകൾ തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ബോധം കിട്ടി വീഴാത്ത ഒരു വയല് ഓത്തുലാൾ പറഞ്ഞിട്ടില്ല. അതെന്താ? അത് ഹുദൂർ ദാഇയാണ്. അല്ലാതെ വയല് ഇതല്ല. വയല് അത് ആ മനുഷ്യന്റെ ഹൈഅത്താണ്, ആ മനുഷ്യന്റെ ഹുദൂറാണ്, ആ മനുഷ്യന്റെ റുഇയത്താണ്. അത് കാണുമ്പോഴത്തേന് മറ്റേ പാറ പൊട്ടും, ഓനൊന്നാവും. അവരൊന്ന് കണ്ടാൽ മതി. 1000 കൊല്ലം 10000 കൊല്ലം സുജൂദിന്റെ കിടക്കുന്നതിനേക്കാൾ വലിയത് ലോകത്തെ ഏറ്റവും വലിയ പ്രബോധകന്റെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന സമയത്ത് പോലും ഒരു സെക്കൻഡ് കാണലാണ്. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രബോധനം. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? 10000 കൊല്ലം സുജൂദ് കിടക്കുന്നതിന്റെ മേലെയാണ് സാക്കിത്വം സ്വാമിത്വമായ അവസ്ഥയിൽ പോലും റസൂലുള്ളാഹിനെ ഒരു സെക്കൻഡ് കാണല്. കാരണം പ്രഭ കിട്ടിക്കഴിഞ്ഞു. ഈ ത്വാഅത്തിന്റെ മനസ്സോടുകൂടി ഇരുന്നാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതിനല്ലേ പ്രബോധനം എന്നറിയാം. ഇതാണ് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. എന്നിട്ട് പണി എന്താക്കിയത്? പണി വസിറാജം മുനീറാ, വസിറാജം മുനീറാ. 6 നമ്പർ വിളക്കിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ പണി എന്താ? ഒരു പണിയില്ല, ഒരു പണിയില്ല. 6 നമ്പർ വിളക്ക്, 6 നമ്പർ വിളക്ക് എന്നറിയും, അല്ലെങ്കിൽ മെർക്കുളി ലൈറ്റ്. നിങ്ങളെ പുതിയ തലമുറയോട് 6 നമ്പർ വിളക്ക് അറിയേണ്ട കാര്യമല്ല. പനീസ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പുരയിൽ വൈകുന്നേരമായ ഞങ്ങളെ പോലത്തെ ഇത് തുടക്കണ പണിയാ. കുറച്ച് കൂട്ടുകുടുംബങ്ങളുള്ള ഒരു പുരയിലാണ് എൻ്റെ വല്ലിപ്പ, എൻ്റെ പുരയിലായിരുന്നു ഞങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നാൽ ഇത് തുടക്കണ പണി ഏൽപ്പിക്കും. ഓരോ സ്ഥലത്തും വിളക്ക് തൂക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിളക്കിന് എന്താ പണി? വിളക്കിന് റൂമിൻ്റെ ഒറ്റ നടുക്കതിനെ കമ്പിയിലാണ് കുളച്ചിടും. മനസ്സിലായോ പറഞ്ഞത്? അതിൻ്റെ പരിധിയിൽ വരുന്നവർക്കൊക്കെ എന്തുണ്ടാവും ചെയ്യും? വിളിച്ചുണ്ടാവും. ഇതന്നെ ദഅവത്ത്. ദഅവത്തിൻ്റെ ആയത്തോടി, ദഅവത്തിൻ്റെ ആയത്തോടി. യാ അയ്യുഹൻ നബിയു يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. മുനീറാണോ അവിടെ ഹാളറായ മതി, നൂറാണ് കയറിക്കോളും. അപ്പോൾ പ്രബോധകന് ഒന്നും ചെയ്യണ്ട, പ്രബോധകനായ മതി. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. പാസ്സായോനെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ സൂചി അടിച്ചാൽ 362 ഉപ്പ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? MBBS കാരനും ഓപ്പറേഷൻ ചെയ്യാ. ഇനി പഠിച്ചുകൊണ്ടിരിക്കണവനും ഓപ്പറേഷൻ. തൽക്കാലം എന്ത് ചെയ്തെന്നറിയോ? MBBS പഠിക്കണ കുട്ടി എന്ത് ചെയ്ത്, വലിയ ഡോക്ടർ ഇല്ലാത്ത ദിവസം മൂപ്പരെന്ന് പൊളിക്കാൻ നോക്കിയാൽ മൂപ്പരെ വകുപ്പ്
പറയും മനുഷ്യന്മാരെ 362. കാരണം എന്ത് കിട്ടിയിട്ടില്ല? സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് പൊളിച്ചാൽ മരിച്ചാലും കുഴപ്പമില്ല. കൊല്ലന്നെയാണ് ഒരു പണിയും, ഒരു ബേജാറും വേണ്ട. ഒരു കൊല്ലാനുള്ള സമ്മതത്തിനാണ് എന്ത് പറയുന്നത് ഇന്ന് MBBS എന്ന് പറയുന്നത്. നിങ്ങൾ പുറത്ത് പറയണ്ട. എന്റെ ഈ ബിഇദ്നി എന്ന വാക്ക് ഞാൻ കുട്ടിക്കാലത്ത് കുറേ ആലോചിക്കും. ഇതൊരു കിട പോലത്തെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രയോഗമാണല്ലോ റബ്ബെ. ഈ ബിഇദ്നി അവിടെ നിന്നാണ് ഒഴിവാക്കിയിരുന്നെങ്കിൽ എൻ്റെ ചോർക്കുണ്ടായിരുന്നു ആയത്ത് എന്ന്. സത്യത്തിൽ ആയത്തിന് മർമ്മം ബിഇദ്നിയാണ്. അവിടെ ഒരു ജാറും അജുറൂറും ലോറുഫും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കടകട ആക്കിയിട്ട് പോയാലാണ് ആയത്ത് പോണത്. എന്നാലും മർമ്മം ബിഇദ്നിയാ. സമ്മതം ആര് തരണം? പറയും മനുഷ്യന്മാരെ, ആര് തരണം? അതിൻ്റെ ഹിദായത്തിൻ്റെ ഉടമക്കാരൻ തരണം. നിങ്ങൾക്ക് എന്ത് ബേജാറാണ്ട ആവശ്യം? ഇതിൻ്റെ ഉടമക്കാരനല്ലേ ഇത് പ്രചരിപ്പിക്കേണ്ട ബാധ്യതയുള്ളൂ. നമുക്ക് എന്ത് ബാധ്യത? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഹിദായത്ത് നമ്മളെ ബാപ്പാന്റെ മുതലല്ലല്ലോ. ആരെ മുതലല്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ പറയും മനുഷ്യന്മാരെ, ഹിദായത്ത് നമ്മളെ ബാപ്പാന്റെ മുതല? ഹിദായത്ത് ആരെ മുതല? ഒന്ന് പറയും മനുഷ്യന്മാരെ, ആരുടെ മുതല? അള്ളാന്റെ മുതൽ. ഓൻ സമ്മതം തന്നാലല്ലേ പ്രചരിപ്പിക്കേണ്ടുള്ളൂ. സമ്മതം തന്നാൽ നമുക്ക് ആരും ഇപ്പൊ അവിടെ താഴെ വലിയ സമ്മതം തന്നിട്ട് കുറെ ചക്കര മുട്ടായി വിൽക്കണവരുണ്ടാവും. ചക്കര മുട്ടായി ഇങ്ങനെ വിൽക്കുന്നപ്പോൾ വലിയ തിരക്ക് വന്നു. അപ്പൊ നമ്മളോട് എന്തിരുന്നു അവിടെ വിൽക്കണ കച്ചവടക്കാർ വരുമ്പോൾ ഏതായാലും വിൽക്കല്ലേ, ഇജും വിറ്റൂടുന്നർ എന്ന്. അപ്പൊ നമ്മൾ ഔദ്യോഗിക കച്ചവടക്കാരനായി വിൽക്കാം. നേരെ മറിച്ച് നമ്മൾ അയാൾ സമ്മതമല്ലാതെ ചക്കര മുട്ടായി കൊടുത്താൽ കള്ളം നല്ലേന്ന് പറയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മഅ്ദൂനിന് ഒരു പണിയുമില്ല, ഹുദൂർ മതിയാകും. ഒരു പണിയില്ല. സ്വഹാബികൾക്ക് ഇവിടെ എന്തിനു പണി? ഓലിവിടെ വന്നു, പെണ്ണെട്ടി, ഇവിടെ പറത്തു, ജനങ്ങളൊക്കെ നന്നായി. ഓലെന്തേ മൈക്കും കെട്ടി, മൈക്കൊക്കെ ഏൽപ്പിച്ച് വൈകുന്നേരം നോട്ടീസൊക്കെ അടിച്ച് ഇതാ വൈകുന്നേരം മഹാമഹം 4 മണിക്കൂർ പ്രഭാഷണം, അവസാനം ഒരു സമ്മേളനം, അതിൽ കുറച്ച് പാനീയങ്ങളും ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവര്. ഇന്നാലിന്ന സഹാബി ഇന്നാലിന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു, നോട്ടീസ് തരുന്നു. ഒന്നുമില്ല. അവരെന്തുണ്ടായത്? അവരിവിടെ വന്നപ്പോ ഇവിടെ വിളിച്ചെടുപ്പായിരുന്നു. അപ്പൊ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? അവരെ പെൺകുട്ടികളെ മതം മാറ്റിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അത് കെട്ടിച്ചു കൊടുത്തു. പിന്നെ ആ വലിയ വലിയ തറവാട്ടുകൾ മൊത്തം എന്തായി? മുസ്ലിമായി. നമ്മളെ നാട്ടിൽ ഗൾഫ് പോയിട്ടല്ലേ ഇപ്പൊ ഈ മതിൽ കെട്ടാൻ തുടങ്ങിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൗരാണികമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതിലുള്ള തറവാടുകളാണ് കുറ്റിച്ചിറ. ഇതിനെപ്പറ്റി ശംസുൽ മുർസൈൻ ഞാൻ കേട്ടിട്ടുണ്ട്. കുറ്റിച്ചിറ മൊത്തം നായന്മാരായിരുന്നു. ഈ നായന്മാരിലേക്ക് ആര് വന്നു? സ്വഹാബികളും താബിഈങ്ങളും വന്നപ്പോൾ ആ നായർ തറവാടുകളിൽ നിന്ന് ഇവരെ മഹത്വം കാരണം പെൺകുട്ടികൾ കെട്ടിച്ചു കൊടുത്തു. താവഴിയായി പിന്നെ ആ വീടുകളിൽ അവർ പാർപ്പിച്ചു. മരുമക്കത്തായ കുറ്റിച്ചിറ തിരിഞ്ഞിട്ടില്ല. മരുമക്കത്തായ തറവാടുകളാണ് എവിടെ? മനസ്സിലായില്ലേ? വലിയ വലിയ മതിൽ. നമ്മക്കിപ്പോ ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടായിട്ടല്ലേ മതിലെട്ട് തുടങ്ങിയത്. കുറ്റിച്ചിറക്കാര് വലിയ നായർ തറവാട്ടുകാരാ. അവര് എന്ത് ചെയ്തു? അവര് മക്കളെ സഹാബികൾക്കൊക്കെ കെട്ടിച്ചു കൊടുത്തു. പിൽക്കാലത്ത് അത് മുസ്ലിം തറവാടായി. ഇവിടുന്ന് പോകേണ്ടയില്ല. ഇതാണ് മർമ്മം. എന്നാ വയലിന് നല്ല എണ്ണല്ലേ കണ്ടോ? വയലിന് നല്ല നേട്ടമൊക്കെ അല്ലേ? നേട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനാണ് നേട്ടം. ഇതാണ് മർമ്മം. ഇതാണ് മർമ്മം. ഇപ്പൊ തൊള്ളയെ കൂടെ കൊടുക്കുന്നു, മൂക്ക് കൂടെ പറയുന്നു. മനസ്സിലായില്ല? ഈ മൂക്കിനും ചെറിയ ഒരു കണക്ഷൻ അണ്ണാക്കിനോടുള്ളത് കൊണ്ട് മൂക്ക് കൂടെ കഞ്ഞി പാർന്നാലും കുറച്ചൊക്കെങ്കിലും എവിടെ എത്തും? പറയും മനുഷ്യന്മാരെ, അണ്ണാക്കിൽ ഇറങ്ങും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഈ മൂക്കിന് ചെറിയ ഒരു ബന്ധം എന്തിനോടുണ്ട്? അണ്ണാക്കിനോടുള്ളത് കൊണ്ട് തൊള്ളയെ കൂടെ കഞ്ഞി പാരുന്നതിന് പകരം മൂക്ക് കൂടെ പാർന്നാലും അണ്ണാക്കിലെത്തൂലേ? എത്തും. പക്ഷെ അതിന്റെ റൂട്ടല്ല. റൂട്ട് മൂക്കല്ല, റൂട്ട് തൊള്ളയാണ്. എന്നാ പിന്നെ കുറഞ്ഞ കഞ്ഞോണ്ട് പള്ളന്നറിയും. മറ്റൊരു കുറെ കഞ്ഞി പുറത്തു പോകും. വലിയ ഫലം ഇങ്ങോട്ട് ഉണ്ടാവുന്നത്. ഈ 4 വിഭാഗത്തിൽ നമ്മൾ പെടാതെ വയറിൽ പറഞ്ഞാൽ ഫലം ഉണ്ടാവൂലേ? ഉണ്ടാവൂലെന്നൊന്നുമില്ല. കുറച്ച് മൂക്കും കൂടി കഞ്ഞി വരുന്ന മറ്റത്തെ സുഖമൊക്കെ ഉണ്ടാവും. അല്ലാതെ അതിനപ്പുറമൊന്നും ഉണ്ടാവില്ല. മൈക്കക്കാർക്ക് പൈസയും കിട്ടും. നിങ്ങൾക്ക് നോട്ടീസ് അടിച്ച് നടക്കും ചെയ്യാം. എല്ലാവർക്കും ആ കയറി കുത്തുന്ന ഒരു ഫോട്ടോ എടുക്കാം. ഒരു കാര്യമല്ല. ഈ 4 കൂട്ടത്തിൽ കൂടലാണ്. അല്ലാതെ ഒരു MM അക്ബറും അല്ല, ഒരു MM ഹസനും അല്ല, ഒരു ദാക്കിർ നായിക്കും അല്ല, ഒരാളും അല്ല. അതൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, അന്തല്ലായ്മയാണ്.
വലോ വഹദി, നിങ്ങൾക്കൊക്കെ ഒരു വലിയതാണെങ്കിലും എനിക്കൊരു ചുക്കുമല്ല. അതൊക്കെ പ്രബോധനത്തിൻ്റെ വേസ്റ്റാണ്. അതല്ല പ്രബോധനം. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മതത്തിൻ്റെ സംജ്ഞകളെയും പ്രമാണങ്ങളെയും നിസാരവൽക്കരിച്ച് ഒരു സ്വഹാബി ഒരു പ്രഭാഷണം നടത്തിയതായി ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. പറയേണ്ട ആവശ്യമല്ല. ഇവരിന് വന്നപ്പോൾ സ്വാഭാവികമായി അവർക്കത് തോന്നുക എന്ത്, ലഡുവും കൊണ്ട് ബാപ്പണ് വന്ന് ലാസഞ്ചർ മുട്ടായും പിടിച്ച കുട്ടി ഇരിക്കുകയാണ്. 50 പൈസന്റെ ലാസഞ്ചർ മുട്ടായും കൊണ്ടിരിക്കുകയാണ് കുട്ടി. ലഡുവും കൊണ്ട് ബാപ്പണ് വന്ന് ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ കുട്ടി ഈ ലാസഞ്ചർ മുട്ടായി എവിടേക്കാണോ എറിഞ്ഞോന്ന് പോലും നോക്കൂല, വേഗം പോയിട്ട് ലഡുമൊക്കെ അവിടെ. അത് നൈസർഗികമായ ചോയ്സാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് ബാപ്പ അവിടെ വന്നിട്ട് എന്ത് വെള്ളരണ്ട, ബാപ്പ അവിടെ വന്നിട്ട് ലാസഞ്ചർ എത്ര മോശമാണ്, ലഡു എത്ര മാത്രമാണ്, ലാസഞ്ചറിനെ കണ്ടിട്ടില്ലേ, ലാസഞ്ചർ എത്ര വൃത്തികെട്ട ലാസഞ്ചറാണ്, ലഡു എത്ര മനോഹരമാണ്. ഇത് പറയേണ്ട ആവശ്യമില്ല. അത് മനുഷ്യന് അന്തം എന്നൊരു സംഗതി ഉണ്ട്. അല്ലാഹു അന്തം എന്ന സംഗതിയാണ്. എന്ത് വഹാബി റീഡിങ് നടത്തിയിട്ട് തലേ കെട്ടി നടന്നിട്ടൊരു കാര്യമില്ല. വഹാബി റീഡിങ്ങിലേക്ക് പോകരുത്. വഹാബികൾ സമുദായത്തെ പിഴപ്പിച്ചു, ചതിച്ചു. വഹാബികൾ ഈ സമുദായത്തെ ചതിച്ചോരാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്ക്. അപ്പോൾ ഈ 4 കൂട്ടരിൽ കൂടിയാൽ തന്നെ പ്രബോധനം. ഈ 4 കൂട്ടരെ ഞാൻ 2 ആക്കി തരാം. സമയം ഒരു 10 മിനിറ്റ് ഉണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സമയം പരിമിതമായി 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഈ 4 കൂട്ടരെ ഞാൻ 2 ആക്കി തരാം. ആദ്യത്തെ 2ഉം പിന്നത്തെ 2ഉം. ഈ അല്ലദീന അൻഅംത അലൈഹിം എത്രയാണ്? അവരാ പ്രബോധകർ. ഈ 4 കൂട്ടരെ ഞാൻ 2 ആക്കി തരാം. 2ഉം. ആദ്യത്തെ 2ഉം പിന്നത്തെ 2ഉം. ആദ്യത്തെ 2 മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, 3 വസ്സുഹദാഇ വസ്സാലിഹീൻ. ഇന്നെ തന്നെ നോക്കി 1 മിനിറ്റ്. ആദ്യത്തെ 2ഉം പിന്നത്തെ 2ഉം തമ്മിൽ വ്യത്യാസം. ആദ്യത്തെ 2 കൂട്ടർ നന്നായി വന്നവരാണ്. പിന്നത്തെ 2 കൂട്ടർ ഇവിടുന്ന് പിന്തുടർന്ന് നന്നാവുന്നവരാണ്. മനസ്സിലായില്ല? ആദ്യത്തെ 2 കൂട്ടർ നബിമാരും സിദ്ദീഖുകളും ഇവിടെ നന്നിട്ട് മദ്രസയിൽ പഠിച്ച് നന്നാകല്ല, നന്നായി വന്നു. അപ്പോൾ അവർക്ക് ബേസിക് കാറ്റഗറി കിട്ടി, ഹിദായത്ത് കിട്ടി. അവർ നശിക്കൂല, അവർ പൊളിയില്ല. അങ്ങനെയാണ് അവർ വരുന്നത്. മനസ്സിലാവണില്ലേ? അവരിവിടെ വന്നിട്ട് മദ്രസയിൽ പഠിച്ച് നന്നാവുകയല്ല. അവരിവിടെ ഈ 2 കൂട്ടരും ഇവിടെ വന്നിട്ട് നന്നാവുകയല്ല, ഇവിടെ നന്നായിട്ട് വരിക. മനസ്സിലായില്ല? അതിൽ ഒന്ന് അമ്പിയാക്കൾ വന്നിട്ട് നന്നാവണവരല്ല. ഇങ്ങോട്ട് നോക്ക്. അവസാനിപ്പിക്കും. പ്രബോധകൻ അവസാനിപ്പിക്കാൻ പോവാണ്. മനസ്സിലായില്ലേ? അമ്പിയാക്കൾ ഇവിടെ വന്നിട്ട് നന്നായവരല്ല, നന്നായി വന്നവരാണ്. സുജൂദിലാണ് മുത്തുനബിയെ ഉമ്മ പ്രസവിച്ചത്. നമുക്ക് സുജൂദ് പഠിക്കണമെങ്കിൽ 4ാം ക്ലാസ്സിലാണ്. അപ്പൊ സുജൂദൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നത് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഇറങ്ങിയത് 40 വയസ്സിൽ. അതിനു മുമ്പ് ഖുർആൻ അനുസരിച്ച് ജീവിച്ചു മുഹമ്മദ് മുസ്തഫ. അതിവിടെ ഖുർആൻ ഇറങ്ങിയിട്ട് പിന്നല്ല, ഖുർആൻ ഒക്കെ ക്ലിയർ ആക്കി എല്ലാം റൂഹിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് വന്നതാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായി പറഞ്ഞത്? നന്നായി വന്നതാണ്, വന്നിട്ട് നന്നായത് അല്ല. അതന്നെ സയ്യിദുനാ ഈസ, അതന്നെ സയ്യിദുനാ ഇബ്രാഹിം. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു ولقد آتينا إبراهيم رشده من قبل. ഇവിടെ വരുന്നതിന് മുമ്പേ വിവേകജ്ഞാനം നിറച്ചുള്ള ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ ഇവിടെ നന്നായി വന്നവരാണ് അവര്. ഇവര് മാത്രമാണോ? അല്ല. സിദ്ദീഖീൻ ഇങ്ങോട്ട് നോക്ക്. സിദ്ദീഖീങ്ങൾ എന്നാൽ സത്യം പറയുന്നവര് എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെ നാട്ടിൽ തീരെ നുണ പറയാത്ത രാമൻ നായർ ഉണ്ട് നോക്കുക. സിദ്ദീഖാവൂ. രാമൻ നായർ കാലം വരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല. സിദ്ദീഖാവൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ ഈ സിദ്ദീഖിന്റെ മാന? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യത്തോട് താദാത്മ്യപ്പെട്ട ആളുകൾ. അഥവാ എന്താ പ്രപഞ്ച സത്യം? ഹുബ്ബുല്ലാഹി വ ഹുബ്ബു റസൂലിഹി. അല്ലാഹുവിനോടും റസൂലിനോടുള്ള അതിരറ്റ സ്നേഹം. ആ സ്നേഹം ആണ് പ്രപഞ്ചത്തിന്റെ ഹക്ക്. ആ ഹക്കിനെ സ്വയം സ്വീകരിക്കലാണ് സിദ്ദീഖ്. അതാണ് സിദ്ദീഖ്.
ഇത് അബൂബക്കറിന് നേര് പറഞ്ഞ് കിട്ടിയതല്ല, മഹബ്ബത്ത് റസൂലിൽ കിട്ടിയ ടൈറ്റിലാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? സിദ്ദീഖ് എന്നത് പേര് അബൂബക്കറിന് കിട്ടിയത് ബി മഹബ്ബത്തി മുഹമ്മദിൻ വബി ഈമാനിഹി മുഹമ്മദൻ അശദ്ദൽ ഈമാനി വഅശദ്ദൽ മഹബ്ബത്തി. മിഅ്റാജിന്റെ രാത്രി ആകാശത്ത് കയറി വന്നു എന്ന് മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് 13 ആളുകൾ മുർത്തദായി. 13 ആള് മുർത്തദായി പിറ്റേ രാവിലെ. കാരണം അവർക്ക് തോന്നി ഇത് മജ്നൂനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതനുസരിച്ച് ഈമാൻ കൻസൂറായ ലൈഫായ കുറച്ച് ആളുകൾ അതനുസരിച്ച് പ്രചാരണം നടത്തിയ അബൂജഹൽ അടക്കമുള്ള തമ്മാടികൾ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്നാൽ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് മുത്തുനബിയെ കാണുന്നതിന് മുമ്പ് തന്നെ ആരോ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയും ഇന്നലെ രാത്രി ആകാശത്ത് പോയി കയറി വന്നു എന്ന് നിന്റെ സ്വാഹിബായ മുഹമ്മദ് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞു, ലൗ ഖാലഹ വഇൻ ഖാലഹ ഇന്നഹു ലസ്വാദിഖുൻ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരാണ്, നിന്റെ ഹബീബ് നേരല്ലാത്തൊന്നും പറയൂല. ഇത് മഹബ്ബത്ത് റസൂല, ഇത് ഇഷ്ഖുർ റസൂല, ഇത് ഈമാനുർ റസൂല. ഇതിൽ കിട്ടിയ പേരാണ് എന്ത് സിദ്ദീഖ്. അപ്പോൾ അവരുടെ ബേസ് എന്താ? നിസ്കാരം നോമ്പൊന്നുമല്ല, അതൊക്കെ ചെയ്യും. അവരുടെ ബേസ് മഹബ്ബത്തുല്ലാഹി മഹബ്ബത്ത് ഇഷ്ഖാണ്. അതിനാണ് ഔലിയാക്കന്മാർ അറിയാം. ഇവരും നന്നായി വന്നവരാ, വന്നിട്ട് എന്നതല്ല, അവിടെ നന്നായിട്ട് വരിക. ഹിജ്റ 470 ജീലാനിലെ ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന മഹദി ഒരു കുട്ടിയെ പ്രസവിച്ചു. ഹിജ്റ 470 റമദാൻ 1 ഒരു കുട്ടിയെ പ്രസവിച്ചു. ഹിജ്റ 470 റമദാൻ 1 ഫാത്തിമ ഉമ്മുൽ ഖൈർ എന്ന മഹദി ഒരു കുട്ടിയെ പ്രസവിച്ചു. ജനിച്ച അന്ന് കുട്ടിക്ക് പകലിൽ മുലകൊടുത്തു. കുട്ടി കുടിച്ചില്ല. വൈകുന്നേരം വരെ കൊടുത്തു നോക്കി പല കുടുംബക്കാരും, കുട്ടി കുടിച്ചില്ല. പിറ്റേന്ന് വൈകുന്നേരം നാട്ടുകാർ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്ത് നോമ്പ് പറഞ്ഞു, കുട്ടി നോമ്പ് പറഞ്ഞു. സുബഹി വരെ കുട്ടി മുല കുടിച്ചു. പിറ്റേന്ന് പിന്നെയും കുടിച്ചില്ല. ഉറുമ്പ് ചാലിട്ട് ഒഴുകിയതുപോലെ ജനങ്ങൾ വന്നു, പെണ്ണുങ്ങൾ വന്നു ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ കുട്ടിയെ കാണാൻ. അത്ഭുത ബാലൻ. കുട്ടി പകലും ഓനോടിക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ കുട്ടി ഇവിടെ വരുന്നതിന് മുമ്പ് നോക്കല്ലഫ. കുട്ടിക്ക് ജസദിയായ തക്ലീഫല്ല, റൂഹായ തക്ലീഫാ. അത് അവിടുന്ന് ഇസ്തിഫാ ചെയ്ത റൂഹ. ഇവിടെ അങ്ങനെ ചെയ്യാതൊക്കെ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ പഠിച്ച നമ്മൾ ജിദ്ദന്ന് റമളാൻ മാസത്തിൽ കേരളത്തിൽ കൊണ്ടുപോരുകയാണെങ്കിൽ പുറത്തുനിന്നും തിന്നും, എയർപോർട്ടിൽ നിന്നും കരിപ്പൂര് വന്നിട്ടും തിന്നും. എന്താ മൂല്യാരെ നിങ്ങൾ തിന്നണമെന്ന് ചോദിക്കാൻ ഒരാൾ നാവെടുത്താൽ തന്നെ വായി പൊന്തിക്ക് പോയത്തിന് നിർത്തും. കാരണം വൈകുത്തും മറല്ല അല ഓതടെ കിതാബ് നോക്കി പഠിക്കലും ഇതും രണ്ടും രണ്ടാണ്. കിതാബിൽ ഇതിൽ എക്സ്ക്യൂസ് ഉണ്ട്, മറ്റേ എക്സ്ക്യൂസ് ഇല്ല. സൂഫിയായ ആരിഫായ ഒരു ആട്ടിടേന്റെ അടുത്ത് പോയി ഇരുന്നിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാർക്കൊക്കെ വലിയ ദേഷ്യ. ആട്ടിടേന്റെ അടുത്ത് പോയി കുത്തിരിക്കും ഇമാം ഷാഫി, വലിയ ലോകം കണ്ട മഹാന്. അപ്പൊ ഇമാം മുസ്ലിം അടക്കമുള്ളവർ പറയും, നിങ്ങൾ എന്താ ഉസ്താദെ അവിടെ പോയിരിക്കണം? അപ്പൊ പറയാം, അത് വേറൊരു മാരിഫത്തിന്റെ ഇൽമുള്ളവരാ, അത് കേൾക്കാനിരിക്കാണ്. ഒരു ഇൽമില്ലാത്ത ആട്ടിടേന്റെ അടുത്ത് നിങ്ങൾ എന്തിനാ? ഞങ്ങൾക്ക് കുട്ടികൾക്ക് മാനക്കേട്. നിങ്ങൾ ഉസ്താദ് ആട്ടിടയത്തിന് ഇരിക്കുന്ന ആളല്ലേന്ന് മനുഷ്യന്മാർ പറഞ്ഞാൽ എന്താ ചെയ്യാം? ഒരു ദിവസം ആട്ടിടയൻ ഇങ്ങനെ ദർസിലേക്ക് വന്നു. അപ്പോൾ ഇമാം മുസ്ലിം അടക്കമുള്ള ആളുകൾ ഉറപ്പിച്ചു, ഇന്ന് ഇയാളെ നമുക്ക് പൊട്ടിക്കണം. ഇയാളെ ഒരു വിവരമില്ലാന്ന് നമുക്ക് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തണം, ഉസ്താദിനും. അങ്ങനെ വന്നു കയറിയപ്പോൾ ഇമാം മുസ്ലിം അടക്കമുള്ള കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ബഹുമാനപ്പെട്ടവരെ ഒരു മസലയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ട് ആ മസല നിങ്ങളെ കണ്ടപ്പോൾ ചോദിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ് എന്നാണ്. എന്തേന്ന് ചോദിച്ചു. അല്ല, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് മറന്നാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതൊരു ചോദ്യം തന്നെ അല്ല. ഇതുപോലും ഇയാൾക്ക് ഇല്ലാന്ന് വരുത്തലാ പല ഉദ്ദേശം. അപ്പൊ പറഞ്ഞേ, അതിന് രണ്ട് മസലയാണ്. നിങ്ങളെ കൂട്ടത്തിലാകുമ്പോൾ അന്തല്ലല്ലോ, സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഞങ്ങളെ കൂട്ടത്തില് അത്തഹിയ്യാത്ത് മറന്നാ തല വിട്ടും പറഞ്ഞു. ഇമാം മുസ്ലിം കാലുപിടിച്ച് മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഞങ്ങളെ കൂട്ടത്തിൽ മറവില്ല, മറന്നാൽ ഹദ് തോന്നോണ്ട് കിട്ടും. അല്ലാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിൽ നിന്ന് ശബ്ദ തെറ്റിയതുകൊണ്ടാണല്ലോ മറന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല പറയും മനുഷ്യന്മാരെ, ഞങ്ങൾക്ക് എന്തില്ല, മറവില്ല, താഴാണ് കിട്ടും.
നിങ്ങൾക്ക് പിന്നെ അന്തല്ലാത്തോണ്ട് അതാണ് വന്നിട്ട് നന്നായവരും നന്നായി വന്നവരും തമ്മിലുള്ള വ്യത്യാസം. 3, 4 ഇവരെ പിൻപറ്റിയ നന്നാവും. കഴിഞ്ഞു, വയറ് കഴിഞ്ഞു, ദന്നരി. ഇതാണ് സിറാത്തുല്ലദീന. കഴിഞ്ഞു വയറ് കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇനി പൊടിപ്പും തൊങ്ങൽ വെക്കാനേ പറയുള്ളൂ. വയറ് കഴിഞ്ഞു ഇരിക്കുന്നു, തന്നെ വയറ്. ഇത്ര തന്നെ. ഇതിനപ്പുറം ഒരു പ്രബോധനമില്ല. നന്നായി വന്നവർ അവരെ പിൻപറ്റുക. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തോവർ. പിറ്റേ കൊല്ലം കൈലാനിൽ ഒരു മേഘം മൂടിയപ്പോൾ കൈലാൻ നിവാസികൾക്ക് ശക്കിന്റെ ദിവസം റമളാനായോ അല്ലേ എന്ന് ശക്യങ്ങളായി. ഫാത്തിമ ഉമ്മുൽ ഖൈറിന്റെ വീട്ടിലേക്ക് അതിരാവിലെ അയൽവാസി പെണ്ണുങ്ങൾ കയറി വന്നു. മഹദി, ഇന്ന് ശക്ക് മഷ്കൂക്കായ ദിവസമാണല്ലോ മഹദി, റമളാനോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. മേഘം മൂടിയത് കൊണ്ട് ഖാലിമാർ നോമ്പുറപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഫാത്തിമ ഉമ്മുൽ ഖൈർ പറഞ്ഞു, ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ സുബഹിക്ക് രാത്രി തന്നെ നിയത്ത് വെച്ചിരുന്നു. ഞാൻ അതാന്റെ നേരത്ത് മുരഞ്ഞിട്ട് കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. കുട്ടി തട്ടിക്കളഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പായി ഇന്ന് എന്തെന്നെ. അന്ന് കുട്ടിക്ക് ഒരു വയസ്സുണ്ട്, ഉറക്കണേ ഉള്ളൂ, ഒരു വയസ്സാണ് തികയുന്നുള്ളൂ. മാസം ഉറപ്പിച്ചു കൊടുക്കേണ്ടത് 60-70 വയസ്സായ കാളിയന്മാരാ. ഇത് 1ാമത്തെ വയസ്സിലാണ്. ഇത് ഇവിടെ വന്നിട്ട് കാളി ആയതല്ല, കാളിയായിട്ട് വരികയാണ്. ഇത് അന്തം ഉണ്ടെങ്കിൽ തിരിയും. അന്തം ഉണ്ടാവും. ഇത് വഹാബിക്ക് അന്തം ഉണ്ടാവില്ല. ഓനെ ഇബ്ലീസ് പേപ്പിച്ചു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്ക്. ഇതന്നെ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. അവർ വന്നാലോ, അവർ പറഞ്ഞാലോ, അവർ വന്നാലോ നാടൊക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയോട് മുസ്തഫ റസൂലുള്ളാഹി വന്ന് പറഞ്ഞു, സ്വപ്നത്തിൽ പറഞ്ഞു, മോളെ ഈ മിസ്രിൽ മിസ്രിലെ മനുഷ്യന്മാർക്ക് ഹിദായത്തില്ല, മിസ്രിൽ ഈമാനില്ല, മിസ്രിൽ വിളിച്ചല്ല, എൻ്റെ കുട്ടി ഒന്ന് പോയേക്ക്. അള്ളാന്റെ ഹബീബിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനായ ഹസൻ ഉസ്താനി എന്ന ഹസൻ അൻവറിന്റെ മകളാണ് ആര്? നഫീസത്തുൽ മിസ്രിയ. പോയി എന്റെ കുട്ടി അവിടെ പോകുന്നതാണ്. അപ്പൊ പറഞ്ഞ്, എനിക്ക് പാപ്പ നിങ്ങളെ എന്നും വന്ന് കാണണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ പാർക്കണത്. അപ്പൊ പറഞ്ഞു, ഉപ്പാന്റെ കുട്ടിക്ക് ആവശ്യത്തിന് ഇപ്പൊ അങ്ങോട്ട് വരാം, അങ്ങോട്ട് പോയിക്കളാം. മിസ്രിൽ വന്ന് പാർത്തു. ഒരു ചെറിയ കുടിലിൽ പുറത്തിറങ്ങാതെ ആ പെണ്ണ് പാർത്തു. ആ നാട്ടിൽ മുഴുവനും ഹിദായത്തുണ്ടായി. ലഘുലേഖ നടത്തിയ അല്ല, ഹുദൂർ. അതാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മിസ്റിന് വിളിച്ചുണ്ടായത് നഫീസത്തുൽ മിസ്രി. താരീഖ് എടുത്ത് പരിശോധിച്ച് നോക്ക്, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണം? ഹിജ്റ 537 സെഞ്ചറിൽ ഒരു ആൺകുട്ടി ജനിച്ചു. ആ ആൺകുട്ടി പിന്നീട് ഉസ്താദിന്റെ തെർബിയത്ത് പൂർത്തിയായതിനു ശേഷം ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. 90 ലക്ഷം, 90 ലാഖ്. വെള്ളല്ല, യുദ്ധമല്ല, ഒന്നുമല്ല. ആ വെളിച്ചം കണ്ടപ്പോൾ രജപുത്രന്മാരൻ പോയി. താരാക്കടിലെ രാജാവിന്റെ മകള് പാഞ്ഞു ചെന്ന് കാൽക്കൽ വീണു. ഹാജന്റെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അന്ന് ഹാജക്ക് 60 വയസ്സുണ്ട്, പെണ്ണിന് 18 വയസ്സ്. പെണ്ണിന്റെ രാജകുമാരിയുടെ നിർബന്ധപ്രകാരം ആ പെൺകുട്ടിയെ ഹാജ കല്യാണം കഴിച്ചു. അതിൽ കുട്ടികളുണ്ടായി. 90 ലക്ഷം ഹിന്ദുക്കളാണ് മുസ്ലിമായത്. ആര് വന്നപ്പോ? പറയും മനുഷ്യന്മാരെ, ആര് വന്നപ്പോ? ഹാജ വന്നപ്പോ. രണ്ടും അങ്ങനെയാണ്. ആദ്യത്തെ 2 നന്നായി വന്നവര്, പിന്നത്തെ 2 അവരെ പിന്തുടരുക. അതിൽ 3-ന് പ്രത്യേകത ഉണ്ട്. 3-നും സാലിഹ്യങ്ങളാണ്, 4-ഉം സാലിഹ്യങ്ങളാണ്. അതിൽ 3-ന് മരിക്കുമ്പോൾ ഒരു പ്രത്യേക തൗഫീഖ് അല്ലാഹു കൊടുക്കും, ഷഹാദത്ത്. 3-ഉം 4-ഉം സാലിഹ്യങ്ങളാണ്. മനസ്സിലായില്ല? ആരെ പിന്തുടർന്ന സാലിഹ്യങ്ങൾ? 1-നെയും 2-നെയും അമ്പിയാക്കളെയും ഔലിയാക്കന്മാരെയും പിൻപറ്റിയാൽ ആരായി? സാലിയായി. ഈ സാലിഹ്യങ്ങൾ ഉണ്ടായാൽ അവിടെ ഉണ്ടാവും. ഒരു സാലി ഉണ്ടായി, മറ്റേ സാലി വേറൊരു സാലി ഉണ്ടാവും. ഒരു സാലിയില്ലേ മൈക്കങ്ങനെ ഒച്ചടും, ആരും ഉണ്ടാവില്ല.